സുഹൃത്തുക്കളെ, FCRA അമെൻമെന്റ് ബില്ല് അത് 2026 മാർച്ച് 25 ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണല്ലോ. അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, അതായത് വിദേശ സംഭാവന നിയന്ത്രണ നിയമം. അതിൽ പല മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് ഉള്ള ഒരു നിയമമാണ്. അപ്പോൾ ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ ന്യൂനപക്ഷ സമുദായങ്ങൾ നടത്തുന്ന സ്കൂളുകൾ, ആശുപത്രികൾ, അതുപോലെ ദരിദ്രർക്ക് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, അതുപോലെ ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിലും ദലിതുകൾക്കിടയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഉന്നമന പ്രവർത്തനങ്ങൾ, അവകൾക്കൊക്കെ വലിയ ഹാനി സംഭവിക്കും, തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ആശങ്കയാണ് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളെല്ലാം ഉയർത്തിയിരിക്കുന്നത്. അപ്പൊ ബില്ല് പാസ്സാകാനാണ്, ലോക്സഭയിൽ പാസ്സാകാനാണ് സാധ്യത. NDAക്ക് ഭൂരിപക്ഷം ഉള്ളതിനാൽ. അതുപോലെ രാജ്യസഭയിലും ഭൂരിപക്ഷം ഉണ്ടാക്കി അത് പാസ്സാക്കും. അതാണ് നമ്മുടെ മറ്റു പല ബില്ലുകളുടെയും കാര്യത്തിലുണ്ടായ അനുഭവം. അപ്പൊ കോൺഗ്രസ്, അതുപോലെ തൃണമൂൽ കോൺഗ്രസ്, ഇവരൊക്കെ ഈ നിയമത്തെ അല്ലെങ്കിൽ ഈ ഭേദഗതി ബില്ലിനെ നിഷ്ഠൂരം, അപകടകരം എന്നൊക്കെ പറഞ്ഞ് അപലപിക്കുകയും ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരുണത്തിൽ പറയാനുള്ളത്, പ്രിയപ്പെട്ട ക്രൈസ്തവ മേലധ്യക്ഷന്മാരോടും ഒക്കെ പറയാനുള്ളത്, നമ്മൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് RSSന്റെ അല്ലെങ്കിൽ BJP ഗവൺമെന്റിന്റെ ഈ ബില്ലിനെ നമ്മൾ പാസ്സാകാൻ വേണ്ടിയിട്ട് പിന്തുണയ്ക്കണം. നമ്മുടെ വഖഫ് ബില്ല് വന്നപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അത് പാസ്സാക്കണമെന്ന് ചില ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ വളരെ സതുദ്ദേശത്തോടു കൂടി അതിനെ പിന്തുണച്ചത്. അതായത് അവർ വഖഫ് ഭേദഗതി ബില്ലിനെ, BJP കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിനെ ചില ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പിന്തുണച്ചതിൻ്റെ ആ സതുദ്ദേശ്യത്തെ, ആ നല്ല ഉദ്ദേശ്യത്തെ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ നന്ദിയോടുകൂടി ഓർമ്മിക്കുകയാണ്. അപ്പൊ സമാനമായ സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അതായത് നമ്മൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബലമായിട്ട് നമ്മുടെ മതങ്ങളിലേക്ക് ഹിന്ദുക്കളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് RSS ആരോപിക്കുന്നത്. അപ്പോ സ്വമനസ്സാലെ ഇസ്ലാം മതത്തിലേക്കോ ക്രിസ്തു മതത്തിലേക്കോ വരുന്ന ആളുകളെ സ്വീകരിക്കാതിരിക്കാൻ നമുക്ക് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കഴിയില്ലല്ലോ. പക്ഷെ നമ്മുടെ മതപരിവർത്തന യജ്ഞങ്ങളെ കുറിച്ച് ആരോപിക്കുന്നത് നമ്മൾ വിദേശത്ത് നിന്നും ഫണ്ട് സ്വീകരിച്ച് ആ ഫണ്ട് ഇവിടുത്തെ ദലിതുകൾക്കും ഇവിടുത്തെ ഗോത്രവർഗ ജനവിഭാഗങ്ങൾക്കും അധസ്ഥിതരായ ഹിന്ദുക്കൾക്കൊക്കെ ഇടയിൽ വിതരണം ചെയ്ത് നമ്മുടെ മതത്തിലെ ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവരാജ്യം വരുത്താൻ വേണ്ടിയിട്ട് ചിക്കിളി മുടക്കി നമ്മളിങ്ങനെ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നിരന്തരമായിട്ട് നമ്മളെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വിദേശത്തു നിന്നുള്ള 10 പൈസ ഇനി മേടിക്കരുത്. അപ്പൊ അങ്ങനെ 10 എന്തെങ്കിലും മേടിക്കുന്നതിനെതിരായിട്ടാണല്ലോ ഈ ബില്ല് അങ്ങ് പാസ്സാവട്ടെ. അപ്പൊ നമുക്കോ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടം, സൗകര്യം എന്താന്ന് വെച്ചാൽ, കർത്താവിന്റെ, ഏകനായ രക്ഷകന്റെ, ദൈവത്തിന്റെ മാത്രം പ്രീതി കാക്ഷിച്ചുകൊണ്ട്, മോക്ഷം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും കടന്നു വരുന്ന ആളുകളെ ഇനി ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ വീട് വെച്ചു കൊടുക്കും, നമ്മൾ ബാങ്കിലെ ലോൺ കെട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ചികിത്സയുടെ ചെലവൊക്കെ നമ്മൾ വഹിക്കും, അതുപോലെ അവരുടെ ചെലവിനുള്ള കാശ് നമ്മൾ കൊടുക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് നമ്മുടെ മതത്തിലേക്ക് ഇനി ആരും വരൂല. ദൈവത്തിന് സ്തോത്രം, അൽഹംദുലില്ലാ, അത് നല്ലതാണല്ലോ. ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്ലാം മതത്തിലേക്കോ ക്രിസ്തു മതത്തിലേക്കോ ആരെങ്കിലും കടന്നു വന്നേക്കാനുള്ള ആ സാധ്യത പാടെ ഇല്ലാതെയാക്കുകയാണ് ഇപ്പൊ BJP ഇതിലൂടെ ചെയ്യണത്. അപ്പൊ ഇനി മേലാല് ആരെങ്കിലും ഇസ്ലാം മതത്തിലേക്കോ ക്രിസ്തു മതത്തിലേക്കോ കടന്നു വരുവാണെങ്കിൽ ത്യാഗം സഹിച്ച്
ഈ മതത്തിൽ നിന്ന് പീഡകൾ ഏറ്റുവാങ്ങി, പീഡനങ്ങൾ, മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി സ്വർഗം പ്രാപിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമേ ഇനി ഈ മതങ്ങളിലേക്ക്, ഇസ്ലാം മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും ആളുകൾ വരുള്ളൂ. ഇതിന് നമ്മൾ RSSനോട് നന്ദി പറയണം, BJPയോട്, കേന്ദ്ര ഗവൺമെന്റിനോട് നന്ദി പറയണം. കാരണം ഇനി ഇസ്ലാം മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും വരുന്ന ആളുകൾ എല്ലാവരും വളരെ സതുദ്ദേശത്തോടു കൂടി മാത്രമേ വരുള്ളൂ. ഭൗതികമായ എന്തെങ്കിലും ഒരു പ്രചോദനത്താൽ, ഒരു പ്രേരണയാൽ ആരും ഇനി വരൂല. ഇതുവരെ വന്നു എന്നല്ലാട്ടോ ഞാൻ ഈ പറയണത്. അങ്ങനെ വന്നു എന്ന് ആരോപിക്കപ്പെടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യവും കൂടി ഇനി ഇതോടുകൂടി ഇല്ലാതെയാവുകയാണ്. പിന്നെ ഇനി നമ്മൾ തമ്മിലൊരു ഒത്തുതീർപ്പെത്തേണ്ട, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഒത്തുതീർപ്പിലെത്തേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ മുസ്ലിങ്ങളുടെ സ്വർഗത്തെ പറ്റി പല പാസ്റ്റർമാർക്കും ബിഷപ്പുമാർക്കും ഒക്കെ ചില ആക്ഷേപങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ട്. അതായത് മുസ്ലിങ്ങളുടെ സ്വർഗത്തിൽ 72 ഹൂറികളോ ഏതാണ്ടൊക്കെ ഉണ്ട്. അയ്യേ, അതൊക്കെ എന്തിനു കൊള്ളാം എന്നൊരു ആരോപണം ഈ അടുത്ത ദിവസം ഞാൻ കേട്ടത് നമ്മുടെ കൊടിൽ അനിത്തോട്ടം എന്നോ മറ്റോ പേരുള്ള ഒരു പാസ്റ്റർ പ്രസംഗിക്കണ കേട്ടു. അപ്പൊ ഞാനത് എഴുതിയിട്ടുണ്ട്, സ്വർഗത്തിൽ നിന്ന് ആയത്യങ്ങൾ എടുത്ത് കളയാൻ, ആ 72 ഹൂറികളൊന്നും വേണ്ട, വല്ല ലൈബ്രറി ഒക്കെ മതി എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇനി നമുക്ക് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരു സമവായത്തോടു കൂടി ഇനി നമുക്ക് വേണ്ടി RSSും BJPയും കേന്ദ്ര ഗവൺമെന്റും എന്താണോ നമുക്ക് വേണ്ടി ചട്ടം കെട്ടിയിട്ടുള്ളത്, നമുക്ക് ഏത് സദ്യയാണോ, ഏത് വിഭവങ്ങളാണോ ഒരുക്കി വെച്ചേക്കണം, നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. കർത്താവിന് സ്തോത്രം.